ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസിനെ പറ്റിയും അങ്ങനെയാണ് കുറേ ചേഞ്ചസിനെ പറ്റി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചേഞ്ചസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലൂടെ ഞാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുമാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വാട്ട് ഈസ് മാറ്റർ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് മാറ്റർ? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്നത് മാറ്ററിനെ പറ്റിയാണ്. എന്താണ് മാറ്റർ? യെസ്, ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ. എന്നാൽ നമ്മുടെ യൂണിവേഴ്സുള്ള എല്ലാ സബ്ജക്റ്റും ഉണ്ടാക്കി എന്ത് വെച്ചിട്ടാണ്? മാറ്റർ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള എന്തൊരു ചെറിയ സാധനം ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? മാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചോദ്യമാണ്. ആൻഡ് നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. നമുക്ക് ആ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് തല തിരിയാത്തൊരു സാധനം കൂടിയായിരുന്നു ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ അത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോം ഡ്യൂറിങ് ഈ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൽ എന്താണ്? പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഓൺലി ദ മോളിക്യൂളർ അറേഞ്ച്മെന്റ് ചേഞ്ച്. ആകെ എന്താണ്? മോളിക്യൂളിന്റെ അറേഞ്ച്മെന്റ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് കെമിക്കൽ ചേഞ്ചിൽ ഈ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. എന്താണ്? നമ്മൾ സബ്സ്റ്റൻസ് എന്താണ്? വേറെ ഒന്നായി മാറുകയാണ്. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു മെഴുകുതിരി അല്ല, മെഴുക് ഉരുക്കാന്ന് എഴുതാം. അല്ലേ വേണ്ട, ഐസും കട്ട. വെള്ളം എന്താക്കി? ഐസും കട്ടയാക്കി. ഐസും കട്ട നമുക്ക് വീണ്ടും വെള്ളാക്കാൻ കഴിയില്ലേ ചൂടാക്കിയാല്? പക്ഷെ ആ സ്ഥാനത്ത് ഞാനിപ്പോ ഒരു പടകം പൊട്ടിച്ച് ആ പടകം നമുക്ക് വീണ്ടും തിരിച്ച് പഴയ പോലെ ആക്കാൻ കഴിയോ? ഇല്ല. അപ്പോൾ ഐസും കട്ടേന്റെ കേസ് വരുമ്പോ എന്താണ്? അവിടെ ഒരു പുതിയ സാധനം ഉണ്ടാവുന്നില്ല. എന്താണ്? പുതിയത് ഉണ്ടാവുന്നില്ല. വെള്ളം ആവുകയും ചെയ്യുന്നു, അതേപോലെ ഐസ് ആവുകയും ചെയ്യുന്നു. പുതിയ ഒന്നും ഉണ്ടാവുന്നില്ല. ആകെ എന്താണ്? മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റും ജസ്റ്റ് ചേഞ്ച് ആവുന്നേ ഉള്ളൂ. ബട്ട് കെമിക്കൽ ചേഞ്ചിൽ എന്താണ്? പടകം പൊട്ടിക്കുന്ന സമയത്ത് എന്താണ്? ആ സബ്സ്റ്റൻസ്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. എന്താണ്? ആ പടകം പൊട്ടിച്ചത് പഴയ പോലെ ആവുന്നുണ്ടോ? ഇല്ല. പകരം അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പഴയ പോലെ ഇപ്പൊ നമ്മൾ പൊട്ടിച്ചാൽ അതൊരു വെണ്ണീര് രൂപത്തിലല്ലേ ഉണ്ടാവുക. അപ്പൊ എന്താണ്? അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വീണ്ടും പടകം പൊട്ടിച്ചാൽ വീണ്ടും നമുക്ക് പൊട്ടിക്കാൻ തക്കത്തിൽ പഴയ പോലെ കിട്ടുമോ? ഇല്ല. അപ്പൊ എന്താണ്? അവിടെ പുതിയ മോളിക്യൂള് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോളിഡ് സബ്സ്റ്റൻസ് ലൈക്ക് camphor and naphthalene when heated directly change to gases. This is known as. എന്നുവെച്ചാൽ സോളിഡ് സബ്സ്റ്റൻസ് ആയ കാംഫെയറും നെഫ്തലിനും എന്ന് വെച്ചാല് കർപ്പൂരവും ചന്ദനത്തിരിയുമാണെന്ന് തോന്നുന്നു. അത് രണ്ട് ഹീറ്റ് ആയാലും എന്താവും? ഡയറക്റ്റ് ആയി ഗ്യാസായി മാറുന്നു. അല്ലാണ്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ആദ്യം സോളിഡായി, ലിക്വിഡായി, ഗ്യാസ്, ആ ഒരു ഓർഡറിൽ നിന്ന് ഡയറക്റ്റ്ലി ഗ്യാസായി മാറുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ്സ് നോൺ ആസ് സബ്ലിമേഷൻ. അപ്പോൾ എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഗോ ഡയറക്റ്റ്ലി സോളിഡ് ടു ഗ്യാസ്. എന്താണ്? സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറുന്നു. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നാഫ്തലിനും ക്യാംഫെയറും നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ? എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ? ഇതൊക്കെ നമുക്ക് എന്താണ്? കെമിക്കൽ ചേഞ്ചസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ള ചോദ്യംസ് ആണ് ഞാൻ തരുന്നത്. അപ്പോൾ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഹീറ്റ് ലിബറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്? ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെള്ളം തിളപ്പിച്ച ശേഷം എന്താക്കി? നമ്മൾ തണുപ്പിച്ചു, ഫ്രിഡ്ജിലേക്ക് വെച്ച്. ആദ്യം എന്താക്കി? നമ്മൾ ആ വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം എന്താക്കി? നമ്മൾ അവിടേക്ക് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ച്. അപ്പൊ എന്താക്കാണ്? അത് ലിബറേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? പുറന്തള്ളല്ലേ ചെയ്യുന്നത്? അല്ലാണ്ട് അബ്സോർബ് ചെയ്യാണോ? അല്ല, പുറന്തള്ളാണ്. ലിബറേറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ പുറന്തള്ളുക. അപ്പോൾ he liberated as a result of chemical reaction. Okay, and next question. Photosynthesis dash is converted into chemical energy. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്നതാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ എന്തോ ഒരു സാധനം കൺവേർട്ട് ആയതിനു ശേഷമാണ് കെമിക്കൽ എനർജി ആകുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഫസ്റ്റ് ഓർമ്മ വരിക സൂര്യനാണ്, സൺ. അപ്പോൾ സൺ എന്താണ് പുറത്തുവിടുന്നത്? യെസ്, എക്സാക്ട്ലി, സൺ പുറത്തുവിടുന്നത് ലൈറ്റ് എനർജിയാണ്.
അപ്പോൾ ലൈറ്റ് എനർജി ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിന്നിയേച്ചർ കളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ടൈപ്പിങ്ങിലും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കാരണം നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യത്തിൽ തന്നെ ഫോട്ടോസിന്തസിസ് ഭയങ്കര സിമ്പിൾ അല്ലേ, പണ്ടേ പഠിച്ചല്ലേ, ബട്ട് സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്താക്കും, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ ടെസ്റ്റ് തന്നെ ഈ ചോദ്യങ്ങൾ ഫോട്ടോസിന്തസിസിനെ പറ്റി വന്നെന്ന് വരില്ല, ചിലപ്പം പുറത്ത് നൈറ്റ് ഒഫീഷ്യലായിട്ട് പുറത്ത് നിന്നിട്ട് വേറെ ചോദ്യങ്ങളും വന്നെന്ന് വരാം. അതുകൊണ്ടാണ് ഞാനൊന്ന് ലൈറ്റ് എനർജിന്നൊന്ന് ഇമ്പോർട്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തത്, ജസ്റ്റ് ഒന്ന് മാറ്റിയത്. സോ ടുഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇപ്പം നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഫുൾ ഇമ്പോർട്ടൻ്റ് ആയി തന്നിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പാർട്ട് 2 ആയിരുന്നേക്കും. ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.